ഹലോ, ഇന്നെങ്ങനെയാണ് സെല്ലോഫെൻ ഷീറ്റ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് മെറ്റാലിക്കിൻ്റെ 2 കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് ഗോൾഡും ഒന്ന് പിസ്ത ഗ്രീനും. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ വരുന്ന ഭാഗത്ത് നിന്ന് 2ആയി മടക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡും കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ സെല്ലോ ടേപ്പിൻ്റെ ഡിസ്പെൻസറാണ് വെച്ച് കൊടുക്കുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് അനങ്ങാതിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പലരും പല രീതിയിലാണ് സെല്ലോഫെൻ ഷീറ്റ് കട്ട് ചെയ്യണത്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും പിന്നെ കോൺ റോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത്തും കിട്ടുന്നത് ഈ ഒരു കട്ടിങ് രീതിയിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം അമർത്തി പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ അമർത്തി പിടിക്കുന്നത് കട്ട് ചെയ്യണ സമയത്ത് തെന്നിപ്പോവാതിരിക്കാനാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യണ രീതിയിൽ ഒരു ഷീറ്റിൽ നിന്ന് 12 കട്ടിങ് ഷീറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 24 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് കോൺ ഫില്ല് ചെയ്ത് സീൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെല്ലോ ടേപ്പ് ഉപയോഗിക്കേണ്ടി വരില്ല.